ഹായ് ഓൾ വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ കൂളംസ് ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോമും അതിൻ്റെ പ്രോബ്ലംസും ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇക്വിലിബ്രിയത്തിൻ്റെ കുറച്ച് കണ്ടീഷൻസ് കേസസ് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് സസ്പെൻഡഡ് ചാർജ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ പിറ്റ്ബോൾ പ്രോബ്ലംസ് എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ലെങ്ത് ഉള്ള സ്ട്രിങ്ങിന് മുകളിൽ രണ്ട് പിറ്റ്ബോൾസ് കണക്ട് ചെയ്യുന്നു. ആ രണ്ട് പിറ്റ്ബോൾസിലും നമ്മൾ ലൈക്ക് ചാർജസ്, ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് റിപ്പൽഷൻ കാരണം മാക്സിമം സെപ്പറേഷനിൽ നിൽക്കും. ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം സെപ്പറേഷനിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അതിന് മോഷൻ ഒന്നും ഉണ്ടാവില്ല. ആ ബോഡിൻ്റെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആവും. ആ കണ്ടീഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് പിറ്റ്ബോൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഓഫ് സസ്പെൻഡഡ് ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ രണ്ട് ബോഡിയിലുള്ള ചാർജ് Q ഈച്ച് ആണെന്നും ലെങ്ത് ഓഫ് സ്ട്രിങ് L ആണെന്നും കൺസിഡർ ചെയ്തു. രണ്ട് ബോഡിയുടെയും മാസ് M ആണ്. അങ്ങനെ ഒരു മാക്സിമം സെപ്പറേഷനിലാണ് നിൽക്കുന്നത്. നിലവിൽ 6 ഡിസ്റ്റൻസിലാണ് സെപ്പറേഷൻ നിൽക്കുന്നത്. ആ സമയത്ത് വെർട്ടിക്കലുമായി സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഏതൊക്കെ ഫോഴ്സുകളാണ് ഈ ബോഡിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുക? ഈ ബോഡിയുടെ മുകളിൽ വെയിറ്റ് എന്ന് പറയുന്നത് നേരെ താഴത്തോട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി മാത്രം കൺസിഡർ ചെയ്ത് അതിൻ്റെ ഇക്വിലിബ്രിയം നോക്കുകയാണ്. ദെൻ വെയിറ്റ് mg എന്ന് പറയുന്നത് താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. രണ്ടും ലൈക്ക് ചാർജ് ആയതുകൊണ്ട് എവേ ഓൺ ദ ലൈൻ ഓഫ് ആക്ഷൻ. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് Fe എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ സ്ട്രിങ്ങിന് മുകളിൽ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ഫിക്സഡ് പോയിന്റ്, ഈ ഡയറക്ഷനിൽ എന്തുണ്ട്? ടെൻഷനും ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ടെൻഷനെ രണ്ട് കമ്പോണൻസ് ആക്കുക. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ടെൻഷൻ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ടെൻഷൻ എടുക്കുന്ന സമയത്ത് ഒരു കമ്പോണൻറ്റ് ഈ ഡയറക്ഷനിൽ വരും. ആൻഡ് അനദർ കമ്പോണൻറ്റ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. സോ ഇവിടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയാണ് വരിക. സോ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ഈ ആംഗിളും തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ദാറ്റ് വിൽ ബി ടി കോസ് തീറ്റ. ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ടി കോസ് തീറ്റയാണ്. ദെൻ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വിൽ ബി ടി സൈൻ തീറ്റ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വിൽ ബി ടി സൈൻ തീറ്റ. ഇതേ കണ്ടീഷൻ തന്നെയാണ് മറ്റേ ചാർജിന് മുകളിലും വരുന്നത്. പക്ഷേ നമ്മൾ ഒരു ചാർജിന് എടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണ് ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സും നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സും ഈക്വൽ ആയിരിക്കണം, 0 ആയിരിക്കണം. അങ്ങനെയാണ് നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് നോക്കുന്ന സമയത്ത് മുകളിലോട്ട് ടി കോസ് തീറ്റയും താഴത്തോട്ട് mg ഉണ്ട്. നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് നോക്കുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈ ഡയറക്ഷനിലുണ്ട്, ടി സൈൻ തീറ്റ ഈ ഡയറക്ഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഏത് ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്? ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ടി കോസ് തീറ്റ എന്ന് പറയുന്നത് ആരെ ബാലൻസ് ചെയ്യുന്നുണ്ട്? ടി കോസ് തീറ്റ എന്ന് പറയുന്നത് വെയിറ്റ് mgനെയും ബാലൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? ടാൻ തീറ്റയാണ്. സോ ടാൻ തീറ്റൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? Fe ഡിവൈഡഡ് ബൈ mg എന്നാണ് വരിക. അപ്പോൾ Feയും mgയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് Feയുടെയും mgയുടെയും റിസൾട്ടൻ്റ് ആണ് ടെൻഷനെ ബാലൻസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ പറയുന്ന രണ്ട് പേരെയും നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും T ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Fe സ്ക്വയർ പ്ലസ് mg സ്ക്വയർ. ഈ രണ്ട് ഫോഴ്സും വെർട്ടിക്കലാണ്, അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ടെൻഷനെ ബാലൻസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് എന്താണ് Feൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Feയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F ഈസ് ഈക്വൽ ടു K ഇൻറ്റു ബോത്ത് ദ ചാർജസ് ആർ ലൈക്ക്, സോ Q സ്ക്വയർ ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോന്യൂസ് അല്ലേ? സോ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ആണെങ്കിൽ ഇതെന്ത് വരും? R/2 വരും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും നമുക്ക് സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തെടുക്കാം? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഫ്രം ദിസ് ട്രയാങ്കിൾ വി ക്യാൻ റൈറ്റ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 6 ആണ് ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് R/2 ആണ് ഇൻറ്റു L. സോ ഇവിടെ നിന്നും R എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? R ഈസ് ഈക്വൽ ടു 2L സൈൻ തീറ്റ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? 2L സൈൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും F ഈസ് ഈക്വൽ ടു K Q സ്ക്വയർ
divided by, instead of r square we can substitute that 4l square sin square theta. ഇത്രയുമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ വരുന്നത്. ഇനി നമ്മൾ ഇവിടെ ചാർജ് ലീക്ക് ആവുന്ന ഒരു കേസ് ഉണ്ട്. നമ്മൾ ആ ഒരു ഫിഗർ ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചാർജ് ലീക്ക് ആവുന്ന കണ്ടീഷൻ നോക്കാം. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഇ ഡിവൈഡഡ് ബൈ എം ജി ആണ്. എഫ് ഇയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എം ജി ആണ്. ദെൻ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്നും സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടി? സൈൻ തീറ്റ എന്ന് പറയുന്നത് ആർ ഡിവൈഡഡ് ബൈ 2l ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇവിടെ സബ്സ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ വളരെ ചെറുതാണെന്ന് വെക്കുക. ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, then tan theta is approximately equal to sin theta is approximately equal to theta ആണ്. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ടാൻ തീറ്റനെയും സൈൻ തീറ്റനെയും ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എം ജി ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ 2l എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കെ കോൺസ്റ്റൻ്റ് ആണ്, എം ജി കോൺസ്റ്റൻ്റ് ആണ്, എൽ കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിവിടെ ലീക്കേജ് ഓഫ് ചാർജ് കുറയാണെന്ന് വെക്കുക. ചാർജ് ലീക്ക് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചാർജ് ലീക്ക് ആവുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. ഈ പറഞ്ഞ രണ്ട് ബോളുകൾ എന്ത് ചെയ്യും? ക്ലോസ് ആയി വരികയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു വെലോസിറ്റി ഉണ്ടാവും. നമുക്ക് ആ ഒരു വെലോസിറ്റിൻ്റെ റിലേഷനും കൂടെ നോക്കാം. അങ്ങനെയാണ് ഇവിടെ നിന്ന് നമുക്ക് പറയാം ക്യൂ സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യൂ ഈസ് പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു 3/2 ആണ്. സപ്പോസ് ലീക്കേജ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ടൈമിനനുസരിച്ച് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചാർജ് ലീക്കേജിന് നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം then we will get dq divided by dt is equal to, on differentiating r raised to 3/2 we will get 3/2 into r raised to 3/2 minus 1, so into dr divided by dt. അങ്ങനെയാണെങ്കിൽ ലീക്കേജ് ഓഫ് ചാർജ് dq by dt, ലീക്കേജ് ഓഫ് ചാർജ് dq divided by dt is proportional to, ഇവിടെ ആറിൻ്റെ പവർ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്? ആർ റേസ് ടു 1/2 ഇൻറ്റു ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്ന റേറ്റ് അല്ലേ. സോ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജുകൾ ക്ലോസ് ആയി വരുന്ന വെലോസിറ്റിൻ്റെ റേറ്റ് ആണ്. സോ അത് വെലോസിറ്റിയാണ്, റേറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഡി ക്യൂ ബൈ ഡി ടി is equal to a constant into r raised to 1/2 v എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സപ്പോസ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ചാർജുകൾ അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡി ക്യൂ ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു 1/2 ആണ്. സപ്പോസ് ലീക്കേജ് ഓഫ് ചാർജ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ ലീക്കേജ് ഓഫ് ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു 1/2 എന്ന് വരും. അതേപോലെ തന്നെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? ലീക്കേജ് ഓഫ് ചാർജ് കോൺസ്റ്റന്റ്, അതായത് ഡി ക്യൂ ബൈ ഡി ടി കോൺസ്റ്റന്റ് ആണ് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഡി ക്യൂ ബൈ ഡി ടി കോൺസ്റ്റന്റ് ആണ് എന്നുള്ള കേസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും? വെലോസിറ്റിൻ്റെ റേഷ്യോ, വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു, ഇഫ് ഡി ക്യൂ ബൈ ഡി ടി ഈസ് കോൺസ്റ്റന്റ്, റേറ്റ് ഓഫ് ചാർജ് ഫ്ലോ കോൺസ്റ്റന്റ് ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എടുക്കാം, എന്തെടുക്കാം? അവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത്, ഞാനത് ജസ്റ്റ് ഇങ്ങോട്ട് എഴുതുകയാണ്, കുറച്ച് സ്പേസിൻ്റെ കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ഡി ക്യൂ ബൈ ഡി ടി കോൺസ്റ്റൻ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വി ഈസ് പ്രപ്പോർഷണൽ ടു, അവിടെ ആർ ലെഫ്റ്റിലേക്ക് വരും. സോ എന്ത് വരും? ആർ റേസ് ടു -1/2. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ റേറ്റ് ഓഫ് ചാർജ് ഫ്ലോ ഈസ് പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു 1/2. ആൻഡ് സപ്പോസ് റേറ്റ് ഓഫ് ചാർജ് ഫ്ലോ ഈസ് കോൺസ്റ്റൻറ്റ്, ദെൻ വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു -1/2. ഈ രണ്ട് റിലേഷൻ കൂടെ ലീക്കേജ് ഓഫ് ചാർജിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഈ സിസ്റ്റത്തിനെ ഗ്രാവിറ്റി ഫ്രീ സ്പേസിലാണ് വെക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക?
നമുക്കറിയാം ടാൻ തീറ്റയ്ക്ക് നമ്മൾ ഇക്വേഷൻ എഴുതി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഇ ഡിവൈഡഡ് ബൈ എം ജി എന്ന് എഴുതി. ഗ്രാവിറ്റി ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ G0 ആണ്. അപ്പോൾ G0 ആണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എത്ര വരും? ഇൻഫിനിറ്റി വരും. ടാൻ തീറ്റ ഇൻഫിനിറ്റി ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? 90 ഡിഗ്രിയാണ്. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ വെയിറ്റ് ഉണ്ടാവില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്ട്രിങ്ങും എങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക? ഈ രണ്ട് സ്ട്രിങ്ങും മാക്സിമം സെപ്പറേഷനിലാണ് നിൽക്കുന്നുണ്ടാവുക. മാക്സിമം സെപ്പറേഷനിലാണ്. സപ്പോസ് ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മിഡിൽ പോയിന്റ് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ബോഡിയിലും മാക്സിമം ഫോഴ്സ് ആണ്. സോ ഈ ഡയറക്ഷനിൽ എന്തുണ്ടാവും? എഫ് ഇ ഉണ്ടാവും. ദെൻ ഇവിടെ ഈ ഡയറക്ഷനിൽ എന്തുണ്ടാവും? എഫ് ഇ ആണ്. സോ ഇവിടെ സബ്സ്റ്റൻറ്റ് ചെയ്യുന്ന ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 2θ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ് വരിക. ദെൻ ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വലായി മാറും? എഫ് ഇക്ക് ഈക്വലായി മാറുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിസ്റ്റത്തിനെ നമ്മളൊരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുന്നു. ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ്. ദെൻ ആ ലിക്വിഡിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കെ ആണ്. നമ്മൾ കൺസിഡർ ചെയ്ത ചാർജ്ഡ് പിറ്റ്ബോളിൻ്റെ ഡെൻസിറ്റി റോ എന്നും വോളിയം വി എന്നുമാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്ക് ഒന്നും കൂടെ എടുക്കാം. നമുക്ക് ഈ ഫിഗർ തന്നെ എടുക്കാം. ഈ ഫിഗർ തന്നെ നമുക്ക് അങ്ങോട്ട് കോപ്പി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഇ ഡിവൈഡഡ് ബൈ എം ജി ആണ്. അപ്പോൾ ബോഡിയുടെ വോളിയം വിയും ഡെൻസിറ്റി റോയുമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ എങ്ങനെ എഴുതാം? എഫ് ഇ ഡിവൈഡഡ് ബൈ മാസിന് നമുക്ക് എന്ത് എഴുതാം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി, വി റോ ജി എന്ന് എഴുതാം. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ദെൻ നമ്മൾ ഇതിനെ ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് മാറുന്നുണ്ട്. സോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് മാറുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാറും, എഫ് ഇ മാറും. സോ പുതിയ ഫോഴ്സിനെ ഞാൻ എന്ത് വിളിക്കുന്നു? എഫ് ഇ ഡാഷ് എന്ന് വിളിക്കുന്നു. സോ എഫ് ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്കറിയാം മീഡിയത്തിലേക്കാണ് നമ്മളൊരു സാധനം ഒരു ചാർജിന് ഇമ്മേഴ്സ് ചെയ്യുന്നെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സിന് എന്ത് വരും? എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. സോ എഫ് ഡിവൈഡഡ് ബൈ കെ വരും. ദെൻ ആ സമയത്ത് തന്നെ ഫോഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്തതുകൊണ്ട് നമുക്ക് അവിടെയുള്ള ആംഗിളിൽ മാറ്റം ഉണ്ടാവും. തീറ്റ ചേഞ്ച് ചെയ്യും. തീറ്റനെ ഞാൻ എന്ത് വിളിക്കുന്നു? തീറ്റ ഡാഷ് എന്ന് വിളിക്കുന്നു. ലെങ്ത് ഓഫ് സ്ട്രിങ്ങിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഇവരിടയിലുള്ള ഡിസ്റ്റൻസ് ഞാൻ ആ സമയത്ത് മാറുന്ന തന്നെ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ എഫ് ഇ മാറുന്നു, അതേപോലെ തന്നെ ടെൻഷൻ മാറും, ടി ഡാഷ് ആവും. സോ ടി ഡാഷ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്പോണൻ്റ് ഓഫ് ടെൻഷൻ എടുക്കുമ്പോൾ ടി ഡാഷ് സൈൻ തീറ്റയും ടി ഡാഷ് കോസ് തീറ്റ ഡാഷ് സൈൻ തീറ്റ ഡാഷ് ആയി മാറും. ദെൻ ഇവിടെയുള്ള ആംഗിളുകൾ തീറ്റ ഡാഷ് ആവും. ഓൾറെഡി എം ജി താഴത്തോട്ടുണ്ട്. എം ജിനെ ഞാൻ എങ്ങനെ എഴുതുകയാണ്? ഇൻ ടേംസ് ഓഫ് വോളിയം ആൻഡ് ഡെൻസിറ്റി എഴുതുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് വി റോ ജി താഴത്തോട്ടുണ്ട്. ഇൻ അഡീഷൻ ടു വെയിറ്റ് നമ്മൾ ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ബോയൻ ഫോഴ്സ് എങ്ങോട്ടുണ്ടാവും? നേരെ മുകളിലോട്ടുണ്ടാവും. അപ്വേർഡ് ഡയറക്ഷനിൽ മറ്റൊരു ഫോഴ്സ് കൂടെ ആക്ട് ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബോയൻ ഫോഴ്സ് ആണ്. ആ ബോയൻ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആണ്. സോ നമുക്ക് ആ ബോയൻ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് വിൽ ബി വി സിഗ്മ ജി. അങ്ങനെയാണെങ്കിൽ ഈ സമയത്തും ഇക്വിലിബ്രിയം കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണ് നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കണം, നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സും ബാലൻസ്ഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് മുകളിലോട്ട് ആരൊക്കെ ഉണ്ട്? ടി ഡാഷ് കോസ് തീറ്റ ഡാഷ് ഉണ്ട്, ടി ഡാഷ്. ദെൻ നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാം. ദാറ്റ് ഈസ് ടി ഡാഷ് സൈൻ തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇ ആണ്, എഫ് ഇ ഡാഷ് ആണ്. എഫ് ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എഫ് ഡിവൈഡഡ് ബൈ കെ ആണ്. ദെൻ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് മുകളിലോട്ട് ഓൾറെഡി ആരുണ്ട്? ടി ഡാഷ് കോസ് തീറ്റയുണ്ട്, പ്ലസ് ആരുണ്ട്? വി സിഗ്മ ജി ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? വി റോ ജി ആണ് വരിക.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഇക്വേഷനിൽ നിന്നും ടി ഡാഷ് കോസ് തീറ്റ ഡാഷ് മാത്രം എടുക്കുകയാണെങ്കിൽ ടി ഡാഷ് കോസ് തീറ്റ ഡാഷ് ആണ് നമുക്ക് വേണ്ടത്. ടി ഡാഷ് കോസ് തീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ വി സിഗ്മാജിനെ നമ്മൾ റൈറ്റിലേക്ക് എടുത്തു. അപ്പോൾ എന്ത് വരും? വി റോ ജി മൈനസ് വി സിഗ്മാജി എന്ന് വരും. രണ്ട് ടേമിലും ആര് കോമൺ ആണ്? വിയും കോമൺ ആണ്, ജിയും കോമൺ ആണ്. സോ ആ കോമൺ ആയി വരുന്ന രണ്ട് ടേമിനെയും നമ്മൾ എന്ത് ചെയ്തു? പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ടി ഡാഷ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വി ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ എന്നാണ് കിട്ടുക. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടി ഡാഷ് സൈൻ തീറ്റയും കിട്ടി, ടി ഡാഷ് കോസ് തീറ്റയും. ദിസ് ഈസ് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 2. നമ്മൾ രണ്ടിൻ്റെയും റേഷ്യോ എടുക്കുക. 1/2 ചെയ്യുന്ന സമയത്ത് ടി ഡാഷ് സൈൻ തീറ്റ ഡാഷ് ഡിവൈഡഡ് ബൈ ടി ഡാഷ് കോസ് തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ കെ. ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? വി ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ടി ഡാഷ് ക്യാൻസൽ ചെയ്തു, ടി ഡാഷ് ക്യാൻസൽ ചെയ്തു. സൈൻ തീറ്റ ഡാഷ് ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടാൻ തീറ്റ ഡാഷ് എന്ന് വരും. ദെൻ അവിടെ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും റോനെ നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു വി ഇൻറ്റു റോ ഇൻറ്റു ജി ഇൻറ്റു ഒരു റോനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ റോ എന്ന് വരും. വാട്ട് ഈസ് എഫ് ഡിവൈഡഡ് ബൈ വി റോ ജി എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഡിവൈഡഡ് ബൈ വി റോ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ടാൻ തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു 1 മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ റോ. ഇവിടെ കെ ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് പറയുന്ന വാല്യൂ ആണ് ആംഗിൾ കൂടുകയാണോ കുറയുകയാണോ തീരുമാനിക്കുന്നത്. സോ നമുക്ക് എഴുതാം കെ ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് പറയുന്ന വാല്യൂ ആണ് തീരുമാനിക്കുന്നത്. സപ്പോസ് കെ ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ 1-നേക്കാൾ കൂടിക്കഴിഞ്ഞാൽ തീറ്റ ഡാഷ് എന്ത് ചെയ്യും? തീറ്റനേക്കാൾ കുറയും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം തീറ്റ ഡാഷ് വിൽ ബി ലെസ് ദാൻ തീറ്റയാണ് വരിക. ദെൻ കെ ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തീറ്റ ഡാഷ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? തീറ്റയ്ക്ക് തുല്യമാണെന്ന് പറയാം. ദെൻ കെ ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. 1-നേക്കാൾ കുറവാണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഡാഷിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തീറ്റ ഡാഷ് വിൽ ബി ഗ്രേറ്റർ ദാൻ തീറ്റ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബേസിസിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആവും. Two identical charged spheres are suspended by a string of equal length. Each string makes an angle theta with the vertical when suspended in a liquid of density sigma equal to 0.8 gram per centimeter cube. The angle remains the same. What is the dielectric constant of liquid എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി സിഗ്മ തന്നിട്ടുണ്ട്. സിഗ്മൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.8 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. സിമിലർലി നമുക്ക് ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, റോ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കറിയാം രണ്ട് ആംഗിൾ ഈക്വൽ ആണ് എന്ന് പറയുന്ന കണ്ടീഷനിൽ കെ ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോയുടെ വാല്യൂ എത്ര വരണം? 1 വരണം. അങ്ങനെയാണ് ഇവിടെ കെ ആണ് കാൽക്കുലേഷനിൽ ചോദിച്ചിരിക്കുന്നത്. സോ കെ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ റോ ആണ്. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സിഗ്മൻ്റെ വാല്യൂ എത്രയാണ്? 0.8 ഡിവൈഡഡ് ബൈ റോയുടെ വാല്യൂ എത്രയാണ്? 1.6 ആണ്. ദെൻ നമ്മൾ യൂണിറ്റ് കൺവേർഷൻ എടുക്കേണ്ടതില്ല, രണ്ടും റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ 0.8 1.6ൽ 2 ടൈംസ് പോകും. സോ 1 മൈനസ് 1/2 വിൽ ബി 1/2.
ദെൻ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2 എന്ന് പറയുന്നതാണ് കിട്ടുന്നത്. സോ ഹിയർ കെ ഈസ് ഈക്വൽ ടു 2. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, അതൊരു കണ്ടീഷൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിന് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ഒരു സെക്ഷനിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, താങ്ക് യു.